വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ ഫ്രഷേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് 4ാമത്തെ ഒരു പാർട്ടാണ് കേട്ടോ. ഫ്രഷേഴ്സിന്റെ ഇന്റർവ്യൂ ഫെയർ മാറ്റാനും അതുപോലെ തന്നെ നല്ല കോൺഫിഡൻ്റ്ലി നമുക്ക് ഇന്റർവ്യൂവിൽ നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിന് എങ്ങനെ സിമ്പിളായ രീതിയിൽ ആൻസേഴ്സ് പറയാനും അതുപോലെ തന്നെ നമുക്ക് ഫേസ് ടു ഫേസ് എങ്ങനെ നല്ല കോൺഫിഡൻസ് സംസാരിക്കാനും അങ്ങനെ ബേസിക് ആയിട്ട് ഒരു ഫ്രഷർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഫ്രഷർ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂലോട്ട് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 4ാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ വേണ്ടി പോണ കുറച്ച് കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു 20+ കോമൺ ഫ്രഷേഴ്സ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ സ്വന്തമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് അതാണ് കേട്ടോ. സെക്കൻഡ് പാർട്ടിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് മസ്റ്റായിട്ട് ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. സ്ട്രെങ്ത്തും അതുപോലെ തന്നെ വീക്ക്നെസ്സും, അതായത് നമ്മൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് ചോദിക്കും. ആ ഒരു വീഡിയോസും ചെയ്തിട്ടുണ്ട് കേട്ടോ. 3ാമത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു മസ്റ്റായിട്ട് നമ്മൾ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന് എന്തൊക്കെ കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ആക്കണം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. മസ്റ്റായിട്ട് ഈ 3 വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ആദ്യം പോയിട്ട് കാണാം, അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് മസ്റ്റായിട്ടും ചോദിക്കാവുന്ന ഒരു 4 ക്വസ്റ്റ്യൻസും അതിന് നമ്മൾ ഒരു ആൻസറും കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പോഴും പറയുന്നത് ഞാൻ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ആർ യുവർ സാലറി റിക്വയർമെന്റ്സ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആസ് എ ഫ്രഷർ എന്ന രീതിയിൽ അതിന് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസ് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് പറയാം. ഓക്കെ, ആൻസേഴ്സ് പറയുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ആൻസേഴ്സും കൂടി നോക്കുക. എന്നിട്ട് നമ്മുടെ ആൻസേഴ്സിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആഡ് ആക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ആൻസർ പറഞ്ഞാലും മതി. പിന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണ ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഫ്രഷേഴ്സ് എങ്ങനെ ഇൻക്ലൂഡ് ആവും എന്ന് ഞാൻ ആദ്യം പറയാം. ചില കമ്പനീസ് റിക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവര് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമായിരിക്കും 1 year പ്ലസ് ഉള്ള, അതായത് 1 year പ്ലസ് എന്ന് പറയുമ്പോൾ 1 year പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കായിരിക്കും അവരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അവര് പരിഗണിക്കുക. ഓക്കെ, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ 3 മാസം ഇന്റേൺഷിപ്പ് ചെയ്ത ആൾക്കാരും 6 മാസം ഇന്റേൺഷിപ്പ് ചെയ്ത ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത ആൾക്കാരനെ അവർ കാണുന്നത് ഫ്രഷർ ആയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വൈ ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ് ചേഞ്ച് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനെങ്ങനെ ആൻസർ പറയാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ ഷുഡ് ഐ ഹയർ യു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഒരു കമ്പനി നമ്മുടെ ഒരു ഫ്ലുവൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടും എന്തിനാണ് നമ്മളെ ഈ ഒരു ജോബിലോട്ട് ഒരു ഫ്രഷറായിട്ട് എടുക്കുന്നതും എന്നതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്ത ആൾക്കാരായിരിക്കും, പക്ഷെ പ്രോപ്പറായിട്ട് ആരും റിപ്ലൈസ് കൊടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താവും 100% റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിന് പോയിട്ട് ഞാൻ ഫെയിൽ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിരുന്നത് അങ്ങനെ ഒരു 6 മാസത്തോളം 7 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് ഞാൻ ഓൺലൈനായിട്ടായിരിക്കും ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒരു 3-4 ഇന്റർവ്യൂസ് മാത്രമാണ് ഇൻഫോ പാർക്കിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിന് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂസിന് പോയിട്ട് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് വന്നാൽ, അതായത് നമുക്ക് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അറിയാം, കുറെ ഇന്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവരെന്ത് ചോദിക്കും, ഒരു ഫ്രഷറിനകത്ത് എന്തൊക്കെ ചോദിക്കും നമുക്ക് മനസ്സിലാവും. കാരണം നമുക്ക് എന്താണ് ഇന്റർവ്യൂസിന് പോയിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയി നമ്മൾ മനസ്സിലായി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വരണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാം. അപ്പോൾ നമുക്ക് എന്താവും കുറച്ചൊക്കെ ഫ്ലുവൻസി വരും, നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പഠിക്കും. ബൈ ഹാർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ലാസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈനലി ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ആസ്ക് ടു മീ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് പറയും,
നോ ഒന്നുമില്ല എന്ന് പറയും അല്ലേ? നമ്മൾ അങ്ങനെയാണ് പറയുക. കാരണം എന്താണ്, നമുക്ക് പേടി, നമ്മൾ എന്ത് ചോദിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ പാടും, നമുക്ക് പ്രോപ്പറായിട്ട് അറിയാത്ത കാരണം നമ്മൾ എന്ത് പറയും, ഒന്നുമില്ല എന്ന് പറയും. പക്ഷെ ശരിക്കും നമ്മൾ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടി പാടില്ല. നമ്മൾ എന്തെങ്കിലും കാര്യമൊക്കെ ചോദിക്കണം, മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസിന് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ട് നിങ്ങളതിനെ ആൻസർ ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആൻസർ കണ്ടിട്ട്, ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ആൻസറൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. കാരണം ഫ്രഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏസ് ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് എന്തെങ്കിലുമൊക്കെ നീഡ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ മാക്സിമം മേക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.